മുഹമ്മദ് നബി പൂർത്തീകരിച്ച ഇസ്ലാമിൽ പിന്നീട് ഒരു കാലഘട്ടത്തിലും യാതൊരു തരത്തിലുള്ള കൈകടത്തലുകളും നടന്നിട്ടില്ല എന്ന് നമ്മോട് പറയുന്ന പണ്ഡിത പുരോഹിതർ തന്നെയാണ് ഏറ്റവും വലിയ കൈകടത്തലിന്റെ വക്താക്കൾ. മാനവികതയിലും ധാർമ്മികതയിലും അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന പരിഷ്കൃത സമൂഹത്തോട് അധാർമികവും അപരിഷ്കൃതവുമായ കാര്യങ്ങൾ ഹദീസുകൾ എന്ന പേരിൽ വിശ്വസിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് ഇവർ നമ്മോട് പറയുന്ന കാര്യങ്ങളിലെ ദൈവികത എന്താണ്, അത്തരം മ്ലേച്ഛകരമായ ഹദീസുകൾ നമ്മൾ വിശ്വസിക്കണം എന്ന് കൽപ്പിക്കുക വഴി പൈശാചികതയ്ക്ക് ചൂട്ടുപിടിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കൊട്ടാര പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി അവരുടെ ലൈംഗിക ചേഷ്ടകൾ ന്യായീകരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചെടുത്തതല്ലേ ഇത്തരം പല ഹദീസുകളും. ഇതൊക്കെ അറിഞ്ഞിട്ടും മനസ്സിലായിട്ടും വിശ്വാസികളോട് നിർബന്ധപൂർവം ഇത്തരം ഹദീസുകൾ സ്വഹീഹാണെന്ന് വിശ്വസിക്കാൻ കൽപ്പിക്കുന്നത് അത്തരം വൈകൃതമായ മനോഭാവം ഇന്നും പേറുന്നത് കൊണ്ടാണോ?